ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തെക്കുറിച്ച് ജോർജിയോ കാപ്പിറ്റിനി സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചിത്രമാണ് പോപ്പ് ജോൺ 23 ദ പോപ്പ് ഓഫ് പീസ് എന്ന സിനിമ. ഈ സിനിമ ആരംഭിക്കുന്നത് 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ ചരമവാർത്ത അറിയിക്കുവാൻ അക്കാലത്ത് കർദിനാൾ റോങ്കോളിയായിരുന്ന ജോൺ 23-ാമൻ മാർപ്പാപ്പയെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി നടക്കുന്ന രംഗത്തോടെയാണ്. ആ കാലത്ത് വെനീസിലെ പാത്രിക്കീസായിരുന്ന കർദിനാൾ റോങ്കോളി മാർപ്പാപ്പയുടെ ചരമവാർത്ത എത്തിയപ്പോൾ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ അന്വേഷിച്ച് നടന്ന സെക്രട്ടറി അവസാനം അദ്ദേഹത്തെ കണ്ടെത്തിയത് തനിക്കായി നിർമ്മിച്ച ശവകുടീരത്തിലിരുന്ന് തൻ്റെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന കർദിനാളിനെയാണ്. വാർദ്ധക്യത്തിലെത്തിയ അദ്ദേഹം ഈ ഭൂമിയിലെ തൻ്റെ ദൗത്യങ്ങളെല്ലാം അവസാനിക്കാറായി എന്ന് കരുതി മരണത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. മറ്റ് കർദിനാൾമാരെ പോലെ തന്നെ കർദിനാൾ റോങ്കോളിയും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി റോമിലേക്ക് വിളിക്കപ്പെട്ടു. പലതവണ ബാലച്ചുകൾ നടന്നുവെങ്കിലും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരിടക്കാല മാർപ്പാപ്പ എന്ന നിലയിൽ വാർദ്ധക്യത്തിലെത്തിയ കർദിനാൾ റോങ്കോളിയെ മാർപ്പാപ്പയായി കർദിനാൾ സംഘം തിരഞ്ഞെടുത്തു. ജോൺ 23-ാമൻ മാർപ്പാപ്പ എന്ന പേരിൽ അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തു. പലരും ചിന്തിച്ചു, വാർദ്ധക്യത്തിലെത്തിയ ഈ മാർപ്പാപ്പ എന്ത് ചെയ്യാനാണ് എന്ന്. എന്നാൽ സഭയെയും ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് 2-ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയത് ജോൺ 23-ാമൻ മാർപ്പാപ്പ ആയിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയുടെ മാറ്റത്തിന് വേണ്ടി വാതായനങ്ങൾ തുറന്നിട്ട കൗൺസിലായിരുന്നു 2-ാം വത്തിക്കാൻ കൗൺസിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ചില ചിന്തകൾ നമ്മളെയും വേട്ടയാടി എന്ന് വരാം. നമ്മുടെ പ്രായം, സാഹചര്യങ്ങൾ, പരാജയങ്ങൾ എന്നിവ, ഇനി എന്ത് ചെയ്യാനാണ്, എൻ്റെ ജീവിതം അവസാനിക്കാറായി, ഇനി ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നുള്ള ചിന്തയിലൂടെ നിരാശയിലേക്ക് നമ്മെ നയിച്ചു എന്ന് വരാം. യേശുവിൻ്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചുവെന്ന് ശത്രുക്കളും മിത്രങ്ങളും കരുതി. എന്നാൽ കല്ലറയെ തകർത്തുകൊണ്ട് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ മരണം അവസാനമായിരുന്നില്ല, എന്നാൽ പുതിയ ഒരു ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നിന്റെ ജീവിതവും രൂപാന്തരപ്പെടും. യേശു ക്രിസ്തു നിനക്ക് പുതിയ സ്വപ്നങ്ങൾ നൽകും, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും.